ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ കേരളത്തിലെ സുഡാപ്പികൾക്ക് ഒട്ടും സുഖകരമല്ല. വഖഫിൻ്റെ കാര്യത്തിൽ യോഗി പണിയോട് പണിയാണ്. ഇപ്പോൾ ദാ സമ്പൽ വീണ്ടും പ്രശ്നമാകുന്നു. സമ്പലിൻ്റെ പേരിലുണ്ടാക്കിയ ഗുസ്തിയാണ് സത്യത്തിൽ ഉത്തർപ്രദേശിൽ ഇസ്ലാമിസ്റ്റുകൾക്ക്, മുസ്ലിം വർഗീയവാദികൾക്ക് വലിയ തിരിച്ചടികളാകാൻ പോകുന്നത്. 1978 സമ്പൽ എന്ന് പറയുന്ന ചെറിയ ടൗണിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു. നിയമസഭയിൽ യോഗി പ്രസംഗിച്ചു. ഇപ്പോൾ 46 വർഷത്തിന് ശേഷം, അല്ലേ, 46 വർഷത്തിന് ശേഷം 184 ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത സമ്പൽ കലാപം, വർഗീയ ലഹള, കൂട്ടക്കൊല, ലഹള എന്നല്ല, ഒരു ഏകപക്ഷീയമായി നടന്നതാണല്ലോ. 184 പേരും ഹിന്ദുക്കൾ 184 പേരും ഹിന്ദുക്കളായിരുന്നു. അവരെ കൂട്ടക്കൊല ചെയ്ത സംഭവം, അവരുടെ സ്വത്തുവകകൾ, ക്ഷേത്രങ്ങളെല്ലാം പിടിച്ചെടുത്ത സംഭവം, അവരുടെ ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് അടിയിലാക്കിയ സംഭവം വീണ്ടും ഉത്തർപ്രദേശ് പോലീസ് അന്വേഷിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു. അത് അന്വേഷിക്കണം. എന്താണെന്ന് വെച്ചാൽ ആ 184 പേരെ കൂട്ടക്കൊല ചെയ്തിട്ടും ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസ് ഇല്ലാതെ ഇരുന്നു. കാരണം ഒരു സാക്ഷികൾക്കും കോടതിയിൽ പോകാനായിട്ട് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്തൊരു ദുഃഖകരമാണ് സാഹചര്യം എന്ന് ജഡ്ജി ചോദിച്ചു. അതെ, അത് മാത്രമല്ല, ആ സമ്പൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് മുഴുവൻ ഹിന്ദുക്കൾ ഓടിപ്പോയി. അവരുടെ സ്വത്തുക്കൾ മുഴുവൻ ഉപേക്ഷിച്ചു, അവരുടെ ക്ഷേത്രങ്ങൾ ഉപേക്ഷിച്ചു, അവർ പോയി. ഇപ്പോൾ സമ്പൽ എന്ന് പറയുന്നത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു പാകിസ്ഥാനാണ്. അതെ, മറ്റേ മിനി പാകിസ്ഥാനിന് ഇപ്പോൾ എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ. ഈ സമ്പല് പലപ്പോഴും കലാപങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. കലാപങ്ങളല്ല സാർ, അക്രമങ്ങൾ. അത് തന്നെ, ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഏകപക്ഷീയ അക്രമങ്ങൾ. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായത് 1978 അതാണ് 184 പേരുടെ കൂട്ടക്കൊലയിൽ കലാശിച്ചത്. സമ്പലിന്റെ ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ചെറിയ പട്ടണം. 1947 45% ഹിന്ദുക്കളായിരുന്നു. ഇപ്പോൾ 15-20% ഹിന്ദുക്കളേ ഉള്ളൂ. ബാക്കി 85% മുസ്ലിങ്ങളാണ്. ഇപ്പോൾ അല്ല, ബാക്കി ഹിന്ദുക്കൾ ഓടിപ്പോയി 85% പോപ്പുലേഷൻ ഇപ്പോൾ മുസ്ലിങ്ങളാണ്. ഡെമോഗ്രഫി അങ്ങനെ മാറി. നമ്മൾ മുമ്പൊരിക്കൽ സമ്പലിൽ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിരുന്നു. ഏതായാലും പോലീസ് ഇപ്പം കാശ്മീർ ഫയൽസ് എന്നൊക്കെ പറയുന്ന പോലെ യോഗി ആദിത്യനാഥ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയയ്ക്ക് ഉത്തരവ് കൊടുത്തു. അതിൻ്റെ ഫയൽസ് എല്ലാം എടുക്കുക, കേസ് റീഓപ്പൺ ചെയ്യാം. കാരണം ക്രിമിനൽ കേസാണ്, ലിമിറ്റേഷൻ പീരീഡ് ഇല്ല. എപ്പോൾ വേണമെങ്കിലും, എത്ര കാലം വേണമെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസിന് മുമ്പാണ്. അതിൻ്റെ ലീഗൽ ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ 1920 അതല്ല ഞാൻ പറയാൻ പറ്റുന്നത്. ഇൻഡിപെൻഡൻസിന് മുമ്പാണ് 1921 മലബാറിൽ കൂട്ടക്കൊല നടന്നത്. അതുകൊണ്ടുള്ള നിയമ തടസ്സമേ ഉള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ മലബാർ കൂട്ടക്കൊലയും റീഓപ്പൺ ചെയ്യാമായിരുന്നു. അതേ, പക്ഷെ മലബാർ കൂട്ടക്കൊലയിൽ സ്പെഷ്യൽ കോടതികൾ ശിക്ഷിച്ചു, പ്രതികളെ ശിക്ഷിച്ചു. ഒരുപാട് പ്രതികളെ വളരെ വാര്യംകുന്നനെ വരെ വെടിവെച്ചു. വളരെ കാര്യക്ഷമമായിട്ട് ജാക്സൺ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക ജഡ്ജിമാർ, അന്ന് ICS ജഡ്ജിമാരായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് പേരെ വധശിക്ഷയ്ക്കൊക്കെ വിധിച്ചിട്ടുണ്ടെന്ന്. വിധികളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പറയുന്നത് വിധികളൊക്കെ അവൈലബിൾ ആണ്. നമ്മളത് വെച്ച് നമ്മൾ വീഡിയോ ചെയ്തു. ഞാൻ പറയുന്നത് വേണമെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ട് അന്ന് പ്രതികളെ ശിക്ഷിച്ചതേ ഉള്ളൂ. നഷ്ടപ്പെട്ടു പോയ ഹിന്ദുക്കളുടെ വസ്തുവകകൾ അവിടെ തിരിച്ചു പിടിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. കാരണം അത് സിവിൽ കേസല്ല, ക്രിമിനൽ കേസ്. കൊലപാതകം നടത്തിയിട്ട് കൈവശപ്പെടുത്തിയതാണ്. വേണമെങ്കിൽ തിരിച്ചു പിടിക്കാം. അതെ, എന്നോട് എപ്പോഴും ഈ ചരിത്രകാരൻ ശശിഭൂഷൺ പറയാറുണ്ടേ, S. ഗുപ്തൻ നായരുടെ കുടുംബം ആ സമയത്ത് അവിടെ നിന്ന് പലായനം ചെയ്തതാണെന്ന്. എനിക്ക് ഗുപ്തൻ നായരെയൊക്കെ നന്നായിട്ട് അറിയായിരുന്നു, പക്ഷെ ഇങ്ങനൊരു പശ്ചാത്തലം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്താണ്, പേരൂർക്കടയിലാണ് താമസിച്ചിരുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ എത്രയോ പേര് പലായനം ചെയ്ത് വേറെ എവിടെയൊക്കെയോ ജീവിക്കുന്ന കുടുംബങ്ങൾ. അതെ, ഞാൻ മുമ്പ് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയുടെ ബന്ധുത്വത്തിലുള്ള ഒരു സ്ത്രീയോ മറ്റാണെന്ന് തോന്നുന്നു, ഒരു മഹതി ഒരിക്കലും. ഞാൻ സബ്ജക്റ്റ് കറക്ഷൻ വായിച്ചത് ഞാൻ കഴിഞ്ഞൊരു ടോക്കിലും പറഞ്ഞു. എനിക്ക് ആ മലപ്പുറത്തൊന്ന് പോകണം, ആ വീടൊന്ന് കാണണം. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ താമസിച്ചിരുന്ന വീട് കയ്യിൽ പോയി, ഇന്നവിടെ വേറെ കുടുംബമാണ്. എനിക്ക് പുറത്തു നിന്നെങ്കിലും അവരുടെ വീടാണേ. 3 തലമുറയ്ക്ക് ഒരുപാടൊന്നും, അച്ഛൻ്റെ അച്ഛൻ
അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയ വീട്, ആ വീടും പറമ്പും എനിക്ക് പുറത്തു നിന്നെങ്കിലും കാണണം. എങ്ങനെ ഇതിനൊക്കെ അവരുടെ പേരിലേക്ക് വസ്തുവിൻ്റെ ആധാരമൊക്കെ മാറിക്കാണും? ഏതായാലും അത് പൊട്ടെ, നമ്മുടെ വിഷയമല്ല. സമ്പൽ ഫയൽസ്, കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന പോലെ സമ്പൽ ഫയൽസ് യോഗി ആദിത്യനാഥ് തുറക്കുകയാണ്. എന്താണ് സാർ സമ്പൽ ഫയൽസിലുള്ളത്? സമ്പലിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ 1978 മാർച്ച് 29 ഹോളി ആയിരുന്നു. ഹോളി ആഘോഷത്തിന് ശേഷമാണ് ഈ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നത്. ഹിന്ദുക്കളുടെ ഹോളി ആഘോഷം കഴിഞ്ഞപ്പോൾ ആക്രമിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഒരു മാസത്തോളം അവിടെ കർഫ്യൂ ഒക്കെ ആയിരുന്നു. ഇത് ചെയ്ത ആളുകളൊക്കെ നന്നായിട്ട് അറിയാം. ഇതിൻ്റെ കിങ് പിൻ എന്ന് പറയുന്ന ആൾ മൻസർ സാഫി എന്ന് പറയുന്ന ആളാണ്. അയാളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആളാണ്. ഇഷ്ടംപോലെ സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്ത ആളുമാണ് ഈ മൻസർ സാഫി എന്ന് പറഞ്ഞ ആൾ. കൊലപാതകം, ഇതൊക്കെയായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട പരിപാടി. അന്ന് ഉണ്ടായത് ബൻവാരിലാൽ ഗോയൽ എന്ന് പറഞ്ഞ പണമിടപാട് സ്ഥാപനമുള്ള ഒരു കച്ചവടക്കാരനെ കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഒരു ഹിന്ദു അധ്യാപകൻ്റെ ഭാര്യയെയും മകളെയും റാഞ്ചി കൊണ്ടുപോയി. അവരെയൊക്കെ പിന്നെ പലതരത്തിൽ കൈമാറുകയൊക്കെ ചെയ്തു. ഈ മൻസർ സാഫി അവരെ രണ്ടുപേരെയും, അമ്മയും മകളെയും ബലാത്സംഗം ചെയ്തു. ഇതിൽ ആ മൊത്തം കലാപത്തിൽ കീ റോൾ ഈ മൻസർ സാഫി എന്ന് പറഞ്ഞ ആൾക്കായിരുന്നു. ഈ ഭാര്യയെ പിന്നീട് ഹിന്ദുക്കൾ രക്ഷിച്ചു, മകളെ കിട്ടിയില്ല. ഗോയൽ കുടുംബം എന്ന് പറഞ്ഞാൽ ആ പണമിടപാടുകാരൻ, ടീച്ചറിൻ്റെ കുടുംബവും ഈ അധ്യാപകൻ്റെ കുടുംബവും അവിടെ നിന്ന് പലായനം ചെയ്തു. പക്ഷേ ഈ ബൻവാരിലാൽ ഗോയൽ, ആ പണമിടപാടുകാരൻ, ഹിന്ദു കടയുടമകളോട്, അയാളുടെ ചുറ്റുവട്ടത്തുമൊക്കെ ഹിന്ദുക്കളുടെ കടയുണ്ടായിരുന്നല്ലോ, അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം, മുസ്ലിങ്ങളൊക്കെ നമ്മുടെ സഹോദരൻ്റെ ആണ്, എൻ്റെ കൂടെയൊക്കെ അവർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങൾ എൻ്റെ അളിയൻ മുരാരി ലാലിൻ്റെ വീട്ടിൽ പോയി ഒളിച്ചോളൂ, ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ 26 പേര് ആ മുരാരി ലാലിൻ്റെ വീട്ടിൽ ഒളിച്ചു. ഈ ഒളിച്ച വീട്ടിലേക്ക് മുസ്ലിങ്ങൾ ട്രാക്ടർ ഓടിച്ച് കയറ്റി. എന്നിട്ട് ആ മുൻവശത്തെ ഭിത്തിയും മതിലും ഒക്കെ തകർത്തു. ഈ ട്രാക്ടർ ഓടിച്ച് കയറ്റിയിട്ട് 24 ഹിന്ദുക്കളെ, ആ 26 പേരുണ്ടായിരുന്നിടത്ത് 24 ഹിന്ദുക്കളെയും കൊന്നു. ട്രാക്ടർ കയറ്റി കൊന്നു. ശവങ്ങൾക്ക് മേൽ കരിമ്പിൻ്റെ വൈക്കോല്, ടയറ്, ഇതൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചു. എന്നിട്ട് ജഡങ്ങൾ കിട്ടിയില്ല. ഹിന്ദുക്കൾ ചെയ്തത് ബ്രിഡ്ജ് കെട്ടിൽ നമ്മൾ ഈ ആളുകളുടെ കോലങ്ങൾ കത്തിക്കാനായിട്ട് ഈ വൈക്കോല് കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ജഡങ്ങൾ ഉണ്ടാക്കിയിട്ട്, അതുപോലെ കോലങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കരിഞ്ഞുപോയി, ചാമ്പലായിപ്പോയി. അതുകൊണ്ട് ദഹിപ്പി അടക്കം സംസ്കരിക്കാൻ ബോഡി കിട്ടാത്തതുകൊണ്ട് വൈക്കോൽ കോലങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് സംസ്കാരം നടത്തിയത്. ഇത് 58 വയസ്സുള്ള ചരിത്രകാരൻ ദൈനിക് ഭാസ്കറിനോട് പറഞ്ഞത് ഞാൻ വായിച്ചിരുന്നു, പത്രം. ഇതൊന്നും ആരും അങ്ങനെ ഓർത്ത് ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളങ്ങനെയായിരുന്നല്ലോ, ഇത്തരം കാര്യങ്ങൾ മതസ്പർദ്ധ ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് മറച്ചു വെക്കുക എന്നാണല്ലോ നമ്മളിത് തീരുമാനം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളിടത്ത് വികാരം കൂടും, അവിടെ കത്തിക്കും ഇവിടെ കത്തിക്കുന്നു പറയും. സഞ്ജയ് ശക്ധറിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾ പലായനം ചെയ്തു. 1978 കലാപത്തിന് മുമ്പ് ഇത്രയും ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, അത് പിന്നെ 15% എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 24 കടയുടമകൾ ഉൾപ്പെടെ 26 ഹിന്ദുക്കളെ ആ ദിവസം 29-ാം തീയതി കൂട്ടക്കൊല ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ട്. മുന്നറിയിപ്പുണ്ടായിരുന്നു അപകടമാണെന്ന്. എന്നിട്ടും ബൻവാരി ലാൽ ഈ സ്ഥലത്ത് പോയി, ഈ അക്രമം നടത്തുന്ന സ്ഥലത്ത്, മുസ്ലിങ്ങൾ അക്രമം നടത്തുന്ന സ്ഥലത്ത് പരിചയക്കാരാണ്, സുഹൃത്തുക്കളാണ്. അങ്ങനെ തന്നെയൊക്കെയാണ് നമ്മുടെ മാപ്പിള കലാപകാലത്തും നമ്മുടെ വീട്ടിൽ വേലയ്ക്കൊക്കെ നിന്നിരുന്ന ആളുകളൊക്കെ ഇല്ലേ മുസ്ലിങ്ങൾ. ഓരോന്നും നമ്മുടെ കുടുംബത്തിൽ അവരാണ് ആക്രമണത്തിന് മുന്നിൽ നിന്ന്, ഇവർക്കല്ലേ സ്ഥലം അറിയാവുന്നത്. ഉപ്പും ചോറും കൊടുത്തവർ തന്നെ കരുത്ത് വെട്ടി. അങ്ങനെയാ ചെയ്തത്. മുസ്ലിങ്ങൾ സഹോദരരാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അവർ ഇയാളെ വളഞ്ഞു പിടിച്ചിട്ട്, നീ ഈ കൈ കൊണ്ടല്ലേ പണം വാങ്ങിയിരുന്നത്, നിനക്ക് ഇനി ആ കയ്യിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് 2 കൈയും വെട്ടി. കാലുകൾ ചെത്തി, കഴുത്ത് പിന്നെ കണ്ടിച്ചു.
ബൻവാരിലാൽ ഗോയലിൻ്റെ ഈ വേദന കൊണ്ട് പൊളഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ, എന്നെ വെടിവെച്ച് കൊല്ലൂ എന്ന് അഭ്യർത്ഥിച്ചു. അവരത് ചെയ്തില്ല. അവർ ശരിക്കും ഇങ്ങനെ പതുക്കെ പതുക്കെ അറക്കുകയാണ് ചെയ്തത്. ഇത് രണ്ടുപേരും ഒരു ഡ്രമ്മിൻ്റെ ഉള്ളിൽ നിന്ന് ഒളിച്ചിരുന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സാക്ഷിയുണ്ട്. ഹർദ്വാരിലാൽ ശർമ്മ, സുഭാഷ് ചന്ദ്ര രസ്തോഗി, ഇവർ രണ്ടുപേരും കണ്ടിരുന്നു. അവർ ഹർദ്വാരിലാലിൻ്റെ സഹോദരനെയും പിന്നെ ഒരു വിദ്യാർത്ഥിയെയും, ഹർദ്വാരിലാലിൻ്റെ ബ്രദറായ വിദ്യാർത്ഥിയെയും കൊന്നു ഈ മുസ്ലിം സംഘം. ഇർഫാൻ, വാജിദ്, ഷാഹിദ്, മൻസർ സാഫി, ഷാഹിദ്, കാമില്, അച്ചാൻ എന്നിവരാണ് ഈ ബൻവാരിലാലിനെ കൊന്ന പ്രതികൾ എന്ന് ശർമ്മയും രസ്തോഗിയും പറഞ്ഞിരുന്നു. 2010 സാക്ഷികളില്ലാതെ കേസ് ക്ലോസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഭരണകൂടങ്ങൾ അങ്ങനെയാണല്ലോ പിന്നെ വന്നുകൊണ്ടിരുന്നത്. BSP, മറ്റേ SP തുടങ്ങി പല ആളുകളും വരുവാണല്ലോ. ക്ലോസ് ചെയ്തു. അപ്പം മുസ്ലിം വോട്ട് കിട്ടും. അപ്പോൾ ജഡ്ജി പറഞ്ഞു പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കാൻ കഴിയാത്തത് കോടതിയെ അതീവ ദുഃഖത്തിലാഴ്ത്തുന്നു. സാക്ഷിയില്ലാതെ പോയി. സാക്ഷിയില്ലാതെ വരുന്നു. വാസിം, ബൻവാരിലാലിൻ്റെ മകൻ വിനീത് ഗോയലിൻ്റെ പങ്കാളി പ്രദീപ് അഗർവാളിനെ വെടിവെച്ച് കൊന്നു. വാസിം എന്ന് പറഞ്ഞ പ്രതി പോലീസിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ചുട്ടുകളയും എന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് പോലീസിൽ പല ആളുകളും പരാതിപ്പെട്ടില്ല അന്ന് ഈ വാസിമിനെതിരെ. 1995 ആണ് ഈ ബൻവാരിലാൽ കുടുംബം മൊത്തത്തിൽ സമ്പലിൽ നിന്ന് പലായനം ചെയ്യുന്നത്. ഈ 1978 മുറിവുകളൊക്കെ ഇപ്പോഴും സജീവമായി ഹിന്ദുക്കളിൽ അവിടെ ഉണ്ട്. പക്ഷെ 15% ഉള്ളൂ. അവിടെ ആളുകളില്ലല്ലോ. ഇപ്പോൾ ഈ യോഗി ഉള്ളത് കൊണ്ട് അവിടെ ഈ അമ്പലങ്ങളൊക്കെ തുറക്കുന്നു. അല്ല, അമ്പലമൊക്കെ തുറന്ന് എങ്ങനെയാണ് അവിടെ വലിയ തോതിൽ മുസ്ലിങ്ങൾ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. കറണ്ട് ചാർജ് ഇല്ല. മോസ്കിൽ കറണ്ടുണ്ട്, ലൈനില്ല. നോക്കുമ്പോൾ ട്രാൻസ്ഫോമർ ഉൾപ്പെടെ മോസ്കിനകത്താണ്. ലൈനിൽ നിന്ന് നേരിട്ട് വലിക്കുകയാണ്. വീടുകളൊക്കെ MP 1,30,00,000 രൂപ വെച്ച് അടയ്ക്കാനുണ്ട് കറണ്ട് ചാർജ്. വൈദ്യുതി മോഷണം വലിയ പങ്കാണ്. അങ്ങനെ ഓരോ വീടും തപ്പി ചെല്ലുമ്പോൾ ഒരു വീട് പൊളിച്ചകത്ത് കയറുമ്പോൾ ആ വീടിനുള്ളിലാണ് അമ്പലം ഇരിക്കുന്നത്. അമ്പലം ഭസ്മശങ്കര ക്ഷേത്രം. ഈ MP സിയാവുർ റഹ്മാൻ്റെ ബാപ്പ, അയാളായിരുന്നു ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ. ഈ സംഭവകാലത്തൊക്കെ അയാൾ MP ആയിരുന്നു. SP-യുടെ MP ആണ്. അത് തന്നെ. ഏതായാലും കാശ്മീർ ഫയൽ പോലെ ഒരുപക്ഷെ രാജ്യത്തെ നടുക്കുന്ന ഒന്നായി മാറിയേക്കാം സംബൽ ഫയൽസ്. ഇത് വല്ലാത്ത സംഭവമാണ്. 184 നമ്മളിപ്പോൾ പറഞ്ഞത് 26 പേരുടെ കഥയാണ്. ബാക്കിയുള്ള ഓരോ ഇൻഡിവിജ്വലിൻ്റെയും കഥയില്ലേ കൊന്നതിൻ്റെ. അതെ. അപ്പോൾ സംബാൽ ഫയൽസ് തുറക്കട്ടെ. കൊലയാളികൾ 46 വർഷം കഴിഞ്ഞെങ്കിലും കൊലയാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് ശിക്ഷിക്കപ്പെടും. കാരണം UP ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.